ഇത്തരത്തിലുള്ള ഒരു ചരക്ക് കപ്പൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും കണ്ടെയ്നറുകൾ, അത് ഗ്യാസ് ഉൾപ്പെട്ട അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു. അപകടകരമായ സാഹചര്യം. ഏത് തരത്തിലായിരിക്കും ഇതിനെ നമ്മൾ മറികടക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക? ശ്രീ സതീഷ് ഗോപി, ഹൈഡ്രോഗ്രാഫർ. ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അതിനുള്ള മുന്നറിയിപ്പ് എല്ലാ പോർട്ടുകൾക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാ മറൈൻ ചാനലുകളിലൂടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ തീരത്തെ കടല് വളരെ പ്രക്ഷുബ്ധമാണ്. അപ്പോ കടല് വളരെ പ്രക്ഷുബ്ധമാവുമ്പോൾ അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അപകട സാധ്യത വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതില് നമ്മളൊരു കപ്പലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ചരക്ക് കപ്പലിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിലെ അതിലെ തൊഴിലാളികളെ അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാരെ, ജീവനുകളെ രക്ഷപ്പെടുത്താനാണ് പ്രൈം പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ മനുഷ്യജീവനെ രക്ഷപ്പെടുത്താൻ ഇവിടെ കൊച്ചിക്കടുത്തുള്ളൊരു ഇതായതുകൊണ്ട് നേവിയുടെ ബേസാണ് കൊച്ചി. അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ സേവനം ലഭിക്കും. വലിയൊരു കൊച്ചി പോർട്ട് എന്ന് പറയുന്ന ഒരു മേജർ പോർട്ടാണ്. അവരുടെ സഹായം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ അത്ര വലിയ ഒരു അപകട സാധ്യത നമുക്ക് പിന്നീട് വരുമെന്ന് കരുതേണ്ട. ഇതിലുള്ള ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തി കഴിയും. പിന്നെ ഉള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാർഗോ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള കാർഗോ, ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള കാർഗോ അല്ലെങ്കിൽ രാസവസ്തുക്കൾ അടങ്ങിയ കാർഗോ, അത് കടലിൽ പതിച്ചാൽ അതൊരു ഹസാഡസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പിന്നീട് ക്രിയേറ്റ് ചെയ്യും. അതിനെ ഓവർകം ചെയ്യാനാണ് അടുത്ത പ്രയോറിറ്റി. അത് കടലിലെ പടർന്ന് തീരത്ത് വരാതിരിക്കാനും, അങ്ങനെയുള്ള രാസവസ്തുക്കൾ തീരത്ത് വന്നാൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്നും അതെല്ലാം കോസ്റ്റ് ഗാർഡ് ഉണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും നല്ല നേവി ഉണ്ട് അവിടെ. കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള നേവിക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഉള്ളത് നമ്മുടെ ഒരു രക്ഷ തന്നെയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിന് ശേഷമാണ് ഈ കപ്പലിന് എന്തെങ്കിലും അപകടം പറ്റി കപ്പലിനെ ടോ ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുവഴി ഇതിന്റെ തൊട്ടടുത്ത് വഴി പോകുന്ന കപ്പലുകൾക്ക് ഇതിൽ രക്ഷാ ദൗത്യം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിലെ ആൾക്കാരെ രക്ഷപ്പെടുത്തണം. ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അതിന്റെ കാർഗോയാണ്. കാർഗോ ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഗോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള കാർഗോ ഉണ്ടെങ്കിൽ ആ കാർഗോ വെള്ളത്തിൽ വീണ് പൊട്ടി അത് പടർന്ന് തീരത്തുള്ള ജനങ്ങൾക്ക്, തീരദേശവാസികൾക്ക് കുഴപ്പമുണ്ടാകരുത്. അതേപോലെ തന്നെ കടലിലെ തന്നെ മറൈൻ നമ്മുടെ മത്സ്യം അതുപോലെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് അത് കുഴപ്പമുണ്ടാക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് മുൻഗണന പോകുന്നത്. എത്രയും പെട്ടെന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തട്ടെ, പിന്നീട് എത്രയും പെട്ടെന്ന് ഈ അപകടകരമായ കാർഗോയെ നമ്മൾ കരയിലേക്ക് എത്തിക്കട്ടെ. പിന്നെ ഒരു വാണിംഗ് കൊടുക്കേണ്ടത് തീരദേശത്തെ ജനങ്ങൾക്കാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പൊ കണ്ടു, അത് തീരദേശത്തെ ജനങ്ങൾക്ക് വാണിംഗ് കൊടുക്കുന്നത്, ന്യൂസിലൂടെ വാണിംഗ് കൊടുക്കുന്നത് കണ്ടു. ഏതൊരു സാധനവും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനം കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യരുത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അത് അറിയിക്കണം. ഇതാണ് ഇതിന് വേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കടൽ വളരെ പ്രക്ഷുബ്ധമായതുകൊണ്ട് ഇതിൽ വീഴുന്ന കണ്ടെയ്നറുകൾ പിന്നീട് ഈ തിരമാലയുടെ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെയ്നർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടി അതിൽ കണ്ടെയ്നർക്ക് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് പിന്നീട് അതിനകത്തുള്ള വസ്തുക്കൾ പുറത്തേക്ക് ഒഴുകാൻ ചാൻസ് ഉണ്ട്. അത് കടലിന്റെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്, വളരെ പ്രക്ഷുബ്ധമാണ്. അപ്പൊ ഒരു കാര്യം കൂടി ശ്രീ സതീഷ് ഗോപി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ ഒരു പ്രശ്നം, വെളിച്ചക്കുറവിന്റെ ഒരു പ്രശ്നം ഈ രക്ഷാദൗത്യത്തെ വളരെ സങ്കീർണമായി ബാധിക്കില്ലേ ശ്രീ സതീഷ് ഗോപി? ഇതിന്റെ ഈ ഷിപ്പ് ഷിപ്പ് അപകടത്തിൽപ്പെട്ടത് എവിടെയാണെന്നുള്ള ലൊക്കേഷൻ, അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നമുക്ക് ഹെലികോപ്റ്റർ അതുപോലെയുള്ള പിന്നെ ആകാശമാർഗമുള്ള രക്ഷാദൗത്യം കൊടുക്കാം. അതുകൊണ്ട് ഈ പറയുന്നതിലൊരു കൺസ്ട്രെയിന്റ് ആണ്. അതായത് ഇരുട്ടായി കഴിഞ്ഞാൽ കുറേയേറെ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈവൻ ദെൻ
ഇതൊരു വലിയൊരു ബേസിന്റെ അടുത്തായതുകൊണ്ട്, ഒരു വലിയൊരു മേജർ പോർട്ടിന്റെ അടുത്തായതുകൊണ്ട്, നേവി ബേസിന്റെ അടുത്തായതുകൊണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ സേവനം നമുക്ക് എളുപ്പം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അത്ര വലിയ ഒരു എന്താ പറയുന്ന ഒരു അപകടം നമുക്ക് ഇതുകൊണ്ടൊരു ഈ രാത്രിയായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണെന്നുള്ളത് പകൽ സമയം പോലും നമുക്ക് ഇതുപോലെയുള്ള രക്ഷാദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ സമയമല്ല എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയുന്നു. അതെ, അത് വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഹൈഡ്രോഗ്രാഫർ ശ്രീ സതീഷ് ഗോപിയാണ് പ്രതികരിച്ചത്.